ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ ആരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാറൊന്നുമില്ല. അപ്പൊ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോ ഫുള്ള് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്റെ കുറച്ച് വീഡിയോസിനൊക്കെ വ്യൂസ് കയറി. ചിലതിന് 16,000 ഉണ്ട്, ചിലതിന് 15,000 ഉണ്ട്. ഒരു വീഡിയോ 36,000 ആയി. അങ്ങനെ വ്യൂസ് കയറി. അപ്പം അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ ചാനലിൽ എന്ത് ചെയ്യും, വ്യൂസ് കയറും. അതാണ്. ഹലോ ഗായ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായല്ലേ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ പനി ആയിരുന്ന സമയത്ത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര നിർത്താതെ ചുമയും പിന്നെ ചെറുതായിട്ടുള്ള ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് സംസാരിക്കാൻ പറ്റാത്ത വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റാതെ പോയത്. അപ്പം നമ്മളെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, മുമ്പ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അല്ലാതുള്ള വോയിസ് ഓവർ വീഡിയോസും ചെറിയ റീൽസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ മെയിൻ റീസൺ ഈ ഒരു പനി വന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോഴും ചെറുതായിട്ട് സൗണ്ടിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ചെറിയ രീതിയിലുള്ള ഒരു ചുമയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയത്ത് ചിലപ്പം കിളിയുടെയും സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. കാര്യം ഇന്ന് ഞാൻ ഔട്ട്ഡോർ ഇരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വെറും 3 മാസം കൊണ്ട് എനിക്ക് 4000 സബ്സ്ക്രൈബേഴ്സ് കയറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ഞാനൊരു 3 മാസം മുന്നെയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് റവന്യൂ കിട്ടിയ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് 15,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഈ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 19,000 സബ്സ്ക്രൈബേഴ്സ് ആയി. സോ ഇതിന് മെയിൻ റീസൺ നിങ്ങളാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. പക്ഷെ ഞാനാണെങ്കിൽ ഈ ഒരു മന്തില് എനിക്കൊരു 20,000 സബ്സ്ക്രൈബേഴ്സ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം. അതായത് ഈ ഒരു ജനുവരി തീരാറാകുമ്പോഴത്തേക്ക് 20,000 സബ്സ്ക്രൈബേഴ്സ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നിർഭാഗ്യവശാൽ ഇടയ്ക്ക് വെച്ച് പനിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല. എന്നിരുന്നാലും ആ ഒരു 20,000 അടുത്ത് വരെ എത്തി. 19,200 സംതിങ് ആണ് ഇപ്പം നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതിനുള്ള മെയിൻ റീസൺ, ഇപ്പം ഇത്ര എത്തി നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ നിങ്ങളാണ്. താങ്ക് യു സോ മച്ച്. പക്ഷെ എനിക്ക് പനി ആയിരുന്ന സമയത്ത് പോലും നമ്മളെ ചാനൽ ഡെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്സ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ റീൽസും കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ഇന്നിപ്പം എടുക്കാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു 3-4 വീഡിയോസ് അല്ലെങ്കിൽ ചില ചില സമയങ്ങളിൽ 5-6 വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെക്കും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കും. മിക്ക ദിവസങ്ങളിലും സെയിം സമയത്ത് പോസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോ ഒരു 3 വീഡിയോ ഇടുന്നുണ്ടെന്ന് വെച്ചോ. അപ്പൊ ആദ്യത്തെ വീഡിയോ 11:15 ഇടുന്നതെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ചിലപ്പോൾ 2:45 ഇടുന്നത്. മൂന്നാമത്തെ വീഡിയോ ഒരു ഈവനിങ് സമയം, രാത്രി ഒരു 8 മണിക്ക് ശേഷം അല്ലെങ്കിൽ 8:30 ശേഷം ഇടുന്ന രീതിയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീക്ക് ഫുള്ള് ഞാൻ ആ ഒരു ടൈം തന്നെ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ആ ഒരു ടൈം തന്നെ കീപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു വ്യൂസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും. എന്നിട്ടും അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് വലിയ രീതിയിലുള്ള വ്യൂസ് കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ, ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യും, പിന്നീടുള്ള 2-3 ആഴ്ച ടൈം ചേഞ്ച് ആക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് പോസ്റ്റ് ചെയ്യും. ഞാൻ ഈ എൻ്റെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ ടെക്നിക്കൽ പരമായിട്ട് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനായിട്ട് പഠിച്ചതോ അല്ലെങ്കിൽ ഞാനായിട്ട് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞാൻ ചെയ്ത് സക്സസ് ആയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ യൂട്യൂബിലെ വ്യൂസ് ഫ്രീസ് ആയ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിക്ക വീഡിയോസിനും 10,000 അല്ലെങ്കിൽ ഒരു 5,000 മേലെയൊക്കെ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. കുറെ വീഡിയോസ് ഒക്കെ ഞാൻ ഡിലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ വ്യൂസ് ഒക്കെ ഡൗൺ ആയി 1000 താഴെയൊക്കെ ആയി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നാളത്തേക്ക് എനിക്ക് വലിയ രീതിയിലുള്ള വ്യൂസ് കാര്യങ്ങളൊന്നും കയറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഒരു കുറച്ച് നാളുകൊണ്ട്, അതായത് ഒരു 3-4 ആഴ്ച കൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് സെയിം ടൈമിൽ തന്നെ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എൻ്റെ കുറച്ച് വീഡിയോസിനൊക്കെ വ്യൂസ് കയറി. ചിലതിന് 16,000 ഉണ്ട്, ചിലതിന് 15,000 ഉണ്ട്. ഒരു വീഡിയോ 36,000 ആയി. അങ്ങനെ വ്യൂസ് കയറി. അപ്പം അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ ചാനലിൽ എന്ത് ചെയ്യും, വ്യൂസ് കയറും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടൈം, ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക.
ആ ഒരു പോസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ കീപ്പ് ചെയ്യുക. ഒരു 2-3 ആഴ്ചത്തേക്ക് നിങ്ങൾ ആ ഒരു സമയം തന്നെ കീപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ കയറുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ആഴ്ചത്തേക്ക് ടൈം ഒന്ന് മാറ്റി നോക്കുക. 2-3 ആഴ്ചത്തേക്ക് സെയിം ടൈം തന്നെ കീപ്പ് ചെയ്തിട്ട് പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതിന് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുന്ന ടൈം എപ്പോഴാണെന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ഒരു റീജിയനിൽ പറയുകയാണെങ്കിൽ ഒരു 2 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം നല്ല വ്യൂ കയറുന്ന ഒരു സമയമാണ്. 2 മണിക്കും 4 മണിക്കും ഇടയിലുള്ള സമയത്ത് നല്ല വ്യൂസ് കയറാറുണ്ട്. അതായത് ആ ഒരു സമയത്ത് വ്യൂസ് കയറിയില്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് പിന്നീട് കിടന്ന് വ്യൂസ് കയറാറുണ്ട്. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ രാത്രി ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ശേഷം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കയറാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈം എന്ത് ചെയ്യുക, നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് ചുമ്മാ ഒരു വീഡിയോ ഇടരുത്. നമ്മളെ ഓഡിയൻസിന് എന്താണോ ആവശ്യമുള്ളത് ആ ഒരു രീതിയിലുള്ള വീഡിയോസ് വേണം പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാനാണെങ്കിൽ ചെറുതായിട്ടുള്ള റീൽസ്, അതായത് കോമഡി റീൽസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള ഓരോ ഷോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ കയറാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് നിങ്ങളുടെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ കണ്ടന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങളെ വീഡിയോസ് എടുത്തിട്ട് പോപ്പുലർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വ്യൂസ് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയത്, വ്യൂസ് കാര്യങ്ങളൊക്കെ എവിടെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് നല്ല ക്യാമറ വേണമെന്നോ നല്ല മൈക്ക് വേണമെന്നോ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിക്ക് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫോണിൽ നല്ലപോലെ ഷൂട്ട് ചെയ്യുക. ഷൂട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം ചെറിയ രീതിയിലേക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് വോയിസ് ഓവർ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വോയിസ് ഓവർ ഒക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ കാണും. അത് സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണ്. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഉറപ്പായിട്ട് റെഡിയാവും. ഇപ്പം എല്ലാവർക്കും തുടക്കത്തിലേ എല്ലാം കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല, അത് ചെയ്ത് വരുമ്പോഴേ റെഡി ആവത്തുള്ളൂ. അപ്പം നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ അഭിനയിക്കുന്ന റീൽസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലത്തെ റീൽസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ചെയ്ത് പോസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഓഡിയൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കണ്ടന്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. പിന്നെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും തമ്പനെയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നല്ല ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് മെയിനായിട്ട് ഈ ഒരു കാര്യമുള്ളൂ ഡിസ്കസ് ചെയ്യാനായിട്ട്. അതായത് നിങ്ങൾ ആ ഒരു ടൈം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഷോർട്സ് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെയാണ് കയറണമെന്നുണ്ടെങ്കിൽ ഷോർട്സ് നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഷോർട്സിനോടൊപ്പം തന്നെ ലോങ് വീഡിയോസ് ഇട്ട് പോകണം, എന്നാലേ നമുക്ക് വാച്ച് അവർ കയറത്തുള്ളൂ. കാരണം നമുക്ക് റവന്യൂ ഒക്കെ ജനറേറ്റ് ആവുന്ന സമയത്ത് ലോങ് വീഡിയോയിൽ നിന്നാണ് കൂടുതൽ നമുക്ക് ഇൻകം കാര്യങ്ങളൊക്കെ വരിക, കൂടുതൽ പൈസ കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഷോർട്സിന് എത്ര ഡോളർ കയറും, ലോങ് വീഡിയോക്ക് എത്ര ഡോളർ കയറും, അതായത് എൻ്റെ ചാനലിൽ വന്നിട്ടുള്ള വെച്ചിട്ട് ഞാനൊരു അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സൂം ചെയ്യാം. അത് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യും. നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ടെസ ചാർലി തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് വരുന്നത്. ഇനി നമ്മളെ യൂട്യൂബ് വീഡിയോസിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോവാം. അത് സ്ഥിരമായിട്ട് എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മളെ ചാനലിൽ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് ആരുടെയാണെന്നുള്ളത് നമ്മൾ പിൻ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് പിൻ ചെയ്തത് ഫാത്തിമ ഫാത്തൂസ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ചാനലാണ്. സോ ആ ഒരു ചാനലിൽ മെയിൻ ആയിട്ട് നല്ല അടിപൊളി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്ളോഗിങ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ബെസ്റ്റ് കമന്റിൽ വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി, യൂട്യൂബിൽ നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്, പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, ആ ഒരു രീതിയിലുള്ള ബെസ്റ്റ് കമന്റ് ആയിരുന്നു നമ്മൾ പിൻ ചെയ്യുന്നത്. പക്ഷെ ലാസ്റ്റ് വീഡിയോയിൽ അങ്ങനത്തെ കമന്റ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് അല്ലാതെ നോക്കിയിട്ട് ചൂസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ എല്ലാ വീഡിയോസിനും സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന 2 ചാനൽസിനെയും കൂടെ മെൻഷൻ ചെയ്യുന്നുള്ളത്. സോ നമ്മൾ വീഡിയോസിൽ മിക്കപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന 2 ചാനൽസിന്റെ പേരാണ് ഇനി അടുത്ത് പറയുന്നത്.
സോ എന്നെ അങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ചാനൽ എന്ന് പറയുന്നത് ജൈനാസ് വേൾഡ് ആണ്. സോ ആ ഒരു ചാനലിൽ മെയിനായിട്ട് നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവർ ആ ഒരു ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് കൊച്ചൻസ് ജാസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലാണ്. സോ അതും ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വ്ലോഗിംഗ് ചാനലാണ്. അതായത് ഫുഡ് റിവ്യൂ, അതുപോലെ ട്രാവലിംഗ്, അങ്ങനത്തെ നല്ല അടിപൊളി വ്ലോഗ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സോ വ്ലോഗിംഗ് ഇഷ്ടമുള്ളവർ ആ ഒരു ചാനലും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിന്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഈ 4000 മണിക്കൂർ വാച്ച് അവരൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. എന്നാലും ചില വീഡിയോസിലൊക്കെ അടിയിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഈ ചെയ്ത വീഡിയോസ് അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സിന് ആസ്പദമാക്കിയിട്ട്. അപ്പൊ അതിനകത്ത് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരുന്ന വീഡിയോസിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതല്ല എനിക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല എന്നുള്ളതൊക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് സൂൺ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഗൈസ്, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.